വലതുപക്ഷവൽക്കരണം രാഷ്ട്രീയമായിട്ട് മാത്രമല്ല സംഭവിക്കുന്നത്, സാമ്പത്തികമായിട്ടും കൂടിയിട്ടാണ് സംഭവിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ തലത്തിൽ നിന്നുകൊണ്ട് നോക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ഡിവൈഡ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള നയപരമായിട്ടുള്ള വ്യത്യാസം ഇല്ലാതാവുന്നു. ഇപ്പൊ PM-ശ്രീയുടെ വിഷയത്തിൽ എവിടെയാണ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? കോംപ്രമൈസ് എന്ന് പറയുന്നത് പണം എന്ന് പറയുന്ന സംഗതിയെ മുൻനിർത്തിയിട്ടുണ്ട്, രാഷ്ട്രീയം ഉണ്ട് അതിനകത്ത്. പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാരെ പോലും അറിയിക്കാതെ ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞോന്നറിയില്ല, മുഖ്യമന്ത്രി അറിഞ്ഞോന്നറിയില്ല, പാലമായി വർത്തിച്ചൊരു കേന്ദ്ര MP ഉണ്ടാവുന്നു. അതൊരു നയപരമായ വ്യതിയാനവും കൂടിയിട്ട് ആണ് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഒരുപാട് മേഖലകളില്, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, നമ്മളെ ഉയർത്തി കാണിക്കുന്നത് മുഴുവൻ സൗകര്യങ്ങളെ, കെട്ടിടങ്ങളെയാണ് ഉയർത്തി കാണിക്കുന്നത്. പക്ഷെ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ഒരു കെട്ടിടം നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ട് നിൽക്കുന്നുണ്ട്. ചികിത്സ കിട്ടാതെ ആളുകൾ മരിച്ചുപോയ ഒരു മെഡിക്കൽ കോളേജുകളും ഉദാഹരണങ്ങളായിട്ട്, ചിലപ്പോൾ ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളായിരിക്കാം. പക്ഷെ നമ്മൾ വികസനത്തിന്റെ മാതൃകകളായിട്ട് മുന്നിലേക്ക് വെക്കുന്നത് മുഴുവൻ ഈ കെട്ടിടങ്ങളുടെ നല്ല ടൈലും നല്ല പെയിന്റും നല്ല മേൽക്കൂരകളുമാണ്. പക്ഷെ അതിനുള്ളിലെ മനുഷ്യർ എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് നല്ല ആശയമാണ്, ആഗോളതലത്തിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിവരമായിരിക്കാം. പക്ഷെ അതിന്റെ ഏറ്റവും സ്കെയിലുകളെ എല്ലാം ഏറ്റവും കുറച്ച് വെച്ച്, അതിന്റെ മാനദണ്ഡങ്ങൾ മുഴുവൻ ഏറ്റവും ചുരുക്കി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് അതിദാരിദ്ര്യരുടെ എണ്ണം വളരെ കുറവായിട്ട് നമുക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. അത്തരത്തിലുള്ള പ്രൊജക്ഷൻസ് വികസനം മാത്രം മുന്നോട്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ വികസനത്തിന്റെ ഈ എടുപ്പുകളെ മാത്രം മുന്നോട്ട് വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. രാഷ്ട്രീയം നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ വികസനം കൊണ്ട് മാത്രം ആ ഇക്വേഷൻ പൂർണ്ണമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു.